ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്, അതും ബേക്കിംഗ് ചെയ്യാതെ തന്നെ. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് എങ്ങനെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തു, ഒരു ബൗള്. ആ ബൗളിലോട്ട് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിനെ ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഞാനിവിടെ ബ്ലെൻഡർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ആയതിനു ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ ഇവിടെ ഷുഗർ ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ കേക്കിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് ലേശം മധുരമുള്ള ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എക്സ്ട്രാ ഷുഗറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില ഫ്ലേവറോ കോഫി ഫ്ലേവറോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഒരു 5 to 6 മിനിറ്റ് മാക്സിമം മതിയാവും. അതിനുശേഷം ഇപ്പം നമ്മുടെ ക്രീം എല്ലാം റെഡിയായി. അപ്പോൾ ഞാനിനി ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് 4 സ്ലൈസ്. ഇനി ഇതിൻ്റെ 4 സൈഡും ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്, ബേക്കിംഗ് ഇല്ലാതെ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി സാധാരണ ഒരു പാത്രം എടുത്തു സ്റ്റീലിൻ്റെ. അതിന് മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് പോലെ കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ട് അത് വെച്ചിട്ട് അതിനൊന്ന് നല്ലോണം ഷുഗർ സിറപ്പ് കൂട്ടി ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലോട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് നടുക്ക് എന്തെങ്കിലും ഫ്ലേവർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്നതാണ്. ഞാനിത് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ബ്രെഡ് വെച്ചിട്ട് സെയിം പ്രോസസ്സ് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇനി മൂന്നാമത്തെ പീസ് ബ്രെഡും വെക്കുകയാണ്. അതിൽ ഷുഗർ സിറപ്പ് ഇട്ടിട്ട് ഞാനതിന് ഒന്ന് നല്ലോണം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ 4ാമത്തെ പീസ്, അതാണ് ഫൈനൽ പീസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ക്രീം മാത്രമാണ് തേച്ച് കൊടുക്കുന്നത്, ഷുഗർ സിറപ്പ് തേക്കുന്നില്ല. ഇനി അതിന് ശേഷം ക്രീമിൻ്റെ എടുത്തിട്ട് നമ്മൾ മുകളിൽ മാത്രമല്ല സൈഡിലും എല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് സൈഡ് തിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. നമ്മൾ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പം നല്ലോണം അത് കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഡാർക്ക് ചോക്ലേറ്റ്. ഇനി അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. മുകളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ഞാൻ സൈഡിലും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി വന്ന ക്രീം ഞാനിവിടെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇനി ആ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഞാനിവിടെ ചെറിക്ക് പകരം റാസ്ബെറി ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ. ചോക്ലേറ്റിൻ്റെ പീസസ് എല്ലാം ഗാർണിഷ് ചെയ്തത്. ഇനി നമുക്കിതിന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് അതിനൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അതിന് മുകളിൽ 4 റാസ്ബെറി വെച്ചിട്ട് ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്യാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഓവൺ ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക.